ഒരിക്കലൊരാൾ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പിന് ശേഷം കരഞ്ഞുകൊണ്ട് പറഞ്ഞൊരു സംഭവമാണ്, ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒച്ചപൊക്കി സംസാരിക്കലോ വഴക്കിടലോ ആർഗ്യുമെൻറ്റ്സോ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്താ സംഗതി എന്നറിയാമോ? യഥാർത്ഥത്തിൽ ഈ പറഞ്ഞതൊന്നും മാത്രമല്ല ഒരു റിലേഷൻഷിപ്പിനെ ജഡ്ജ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കേണ്ടത്. അവിടെ വേറെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഈ പറയുന്നതൊക്കെ കുറേയധികം കുറവുകളാണ്. ഒരുപക്ഷെ സംസാരത്തിൻ്റെ, അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ, സോറി പറച്ചിലിൻ്റെയും ഒന്നുചേരലിൻ്റെയും, അല്ലെങ്കിൽ സഹാനുഭൂതിയുടെ, മനസ്സിലാക്കലിൻ്റെയോ അംഗീകാരത്തിൻ്റെയോ, അല്ലെങ്കിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ലവ് ലാംഗ്വേജസ് ഫുൾഫിൽ ചെയ്യാത്തതിൻ്റെയോ, ഇങ്ങനെ കുറേയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. പണ്ട് കാലത്ത് പറഞ്ഞിരുന്നത് പോലെ ഉടുക്കാൻ തുണിയും കഴിക്കാൻ ആഹാരവും മാത്രം കൊടുത്തു കഴിഞ്ഞാൽ റിലേഷൻഷിപ്സ് നിലനിൽക്കുമെന്നുള്ളത് വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. അങ്ങനത്തെ സ്ത്രീകൾ ഇന്നില്ല. പാർട്ട്ണർ എന്ന വാക്കിൻ്റെ അർത്ഥം ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പറ്റണം എന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകളാണ് ഒരുപാടും. അതേ റെസ്പെക്റ്റ് തന്നെ, അതേ വാല്യൂ തന്നെ അവർ ഡിമാൻഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു റിലേഷൻഷിപ്പിൽ എന്ത് കുറവുണ്ട് എന്ന് മാത്രമല്ല നോക്കേണ്ടത്, ആ റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ എന്ത് കൊടുക്കുന്നു എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.